From the heart of South India, where tradition means craftsmanship, the one name has shone the decades. Bhima Jewelers. Founded by the visionary entrepreneur late Sri Bhima Pattar, it has grown from a single town in Alappuzha to South India's one of the most celebrated jewelry. For us, as MBA students, meeting Bhima and Brothers is not just an interaction, it's an opportunity to learn how vision, strategy, and dedication can turn a small idea into a century old legacy. Now we are with Mr. M. Lakshmikant, the Managing Director of Bhima Jewelers. We can know more about Bhima from him. Sir, could you please share the story how Bhima Jewelers started and what inspired about this name and the brand identity? Papa started in 1925. This is the 100th year running. Papa started, we are just pushing the same thing, that's all. That's all I am doing now. Papa took the whole headache on his head and he started a huge this thing. And we are just, I am just pushing. തള്ളിക്കൊണ്ട് പോകാൻ എളുപ്പമാണ്. നിൽക്കുന്ന വണ്ടി തള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ ചെയ്യുകയെന്ന് വെച്ചാൽ പപ്പ തുടങ്ങി വെച്ച സാധനം പതുക്കെ പതുക്കെ തള്ളിക്കൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. So, what do you think sets Bhima and Brothers apart from other jewelry brands in India? We are the first one who started the ready-made jewelry. അതിന് മുമ്പ് ഇതില്ലായിരുന്നു. That's the main thing, and we are concentrated on quality and customer service. Customer service as well as customer service മാത്രം ഉണ്ടെങ്കിൽ പോരാ, ക്വാളിറ്റിയും വേണം. ക്വാളിറ്റി മാത്രം പോരാ, കസ്റ്റമർ സർവീസും വേണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ the show will run. Sir, every successful journey has its sources of motivation. So for every successful journey has its sources of motivation. So for someone like you who has been managing the legacy of Bhima for all these years, who or what serves as your source of motivation in this business journey? പപ്പയുടെ ആ ഒരു ഇതാണ് ഞങ്ങളെല്ലാം ഓൾ ബ്രദേഴ്സ്, ഞങ്ങൾ 5 പേരാണ് ഈ ബിസിനസ് ഉണ്ടായിരുന്നത്. ടിൽ 1999 we were together and after that we got separated. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മെയിൻ നമ്മൾ ക്വാളിറ്റി, നോ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി, അതാണ് മെയിൻ തിങ്. സെക്കൻഡ് കംസ് ദ സർവീസ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതാണ്. So, in today's present scenario, what are the challenges facing by jewelry industry? ഒരുപാട് വയറ് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളന്ന് തുടങ്ങിയ ടൈമിൽ ആരുമില്ല. ജസ്റ്റ് സം 10-25 years ബാക്ക് വിരൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ മുക്കിലും മൂലയ്ക്കും ഹ്യൂജ് ബ്രാൻഡ്സ് വന്നു കഴിഞ്ഞു. ബട്ട് ഇറ്റ്സ് നോട്ട് എ ത്രെറ്റ് ടു അസ് ബിക്കോസ് വി ആർ ഹാവിങ് ദ ലോങ്കസ്റ്റ് റെയിൻ ഇൻ ദ ഫീൽഡ്. So, how do you build trust with the first time customers? ഫസ്റ്റ് ടൈം കസ്റ്റമേഴ്സ്, അതായത് ഇത്രയും മീൻസ് കുറേ നമുക്ക് ഭീമയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു ലോങ് വർഷങ്ങളായിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ്, അതുകൂടാതെ ആദ്യമായിട്ട് അപ്പൂപ്പൻ്റെ കാലം മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഭീമയിലോട്ട് വരുന്ന ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കസ്റ്റമറിനെ ഭീമ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ? സർവീസ് ആഫ്റ്റർ സെയിൽ സർവീസ് കൂടുതൽ പേർക്കും ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ കുറവായിരിക്കും.
ഞങ്ങൾക്ക് ആഫ്റ്റർ സെയിൽ സർവീസും ഈ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ഓൾസോ. ഒരു സാധനം വാങ്ങിച്ചു 10 ദിവസം പൊട്ടിപ്പോയി, we just replace it. Yes. If it is the manufacturing defect, വലിച്ചു പൊട്ടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ റിയലൈസ് ഫ്രം ദ ഐറ്റം. വലിച്ചാണ് ആ ഫോഴ്സ് കൊണ്ടുവന്ന ആ ഇത് നമുക്കറിയാവുന്നു. അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള വർക്ക്മാൻഷിപ്പിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ വി ജസ്റ്റ് സിംപ്ലി റീപ്ലേസ് ദ ഐറ്റംസ്. So the early advertisements, the TV advertisements of Bhima were quite unique and memorable. So how do you think those advertisements have impacted the popularity of the brand? Advertisements comes out secondary. First customer കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. അവനെ എങ്ങനെയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ he never goes to any other dealers. നമ്മൾ അവനെ കയ്യിലെടുക്കുക, സംസാരിച്ച് മയക്കി നമ്മുടെ സർവീസിലൂടെ നമ്മുടെ ഐറ്റംസിൻ്റെ സെലക്ഷൻ്റെ ഇതിലൂടെ അവനെ പോക്കറ്റ് ഇടുക. ഈ നെവർ ഗോസ് ടു എനി വൺ എൽസ്. അവൻ എപ്പോഴും ഓർക്കും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് എപ്പോഴും. പിന്നെ ഡിസ്കൗണ്ട്സ്, ഓഫ് കോഴ്സ് എവറിബഡി ലുക്സ് അറ്റ് ദ ഡിസ്കൗണ്ട്സ്. വി ആർ റെഡി ഫോർ ദാറ്റ് ഓൾസോ. So as MBA students, we are training for future entrepreneurs. So what are the key skills that we should gain to excel in this jewelry industry or this business area like that? ചെറിയ സ്റ്റോക്ക് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാലത്ത് നടക്കത്തില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ 5 വള 10 വള വെച്ച് ഇല്ലെങ്കിൽ 5 മാല 10 മാല വെച്ചിട്ട്, ഇപ്പോൾ അതല്ല, എത്ര ഉള്ളതെന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത് പാർട്ടി. നമ്മൾ ആംപിൾ സ്റ്റോക്ക് ഷുഡ് ബി ദെയർ ആൻഡ് ദാറ്റ് ടു സർട്ടിഫൈഡ്. ഇപ്പം എല്ലാം ഹോൾമാർക്കിംഗ് സിസ്റ്റം വന്നതുകൊണ്ട് വി ആർ നോട്ട് ബോതർഡ്. ഹോൾമാർക്ക് സിസ്റ്റം സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, നമ്മുടെ അല്ല. ഇഫ് ഇറ്റ് ഡസൻ പാസ് ചെയ്യില്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. ആ ഓർണമെൻറ്റ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. വി ഹാവ് ടു മാനുഫാക്ചർ ഹോൾ തിങ് അഗൈൻ. അതുകൊണ്ട് ഇപ്പം ഹാൾമാർക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട യാതൊരു ആളില്ല. We are not the ones who is doing the hallmarking. That is BIS ആണ്, അവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യും, നേരെ അവരെ ഏൽപ്പിക്കും. അവർ ഓക്കെ ആണെങ്കിൽ പാസ് ചെയ്ത് വിടും. അവരുടെ സീലും വെച്ചിട്ട്, ഇന്ത്യ ഗവൺമെൻറ് സീലും വെച്ചിട്ട് BIS ഹാൾമാർക്ക്ഡ്, അതും കൂടി അതിനകത്ത് വിടും. Sir, could you please share one memorable moment in your journey in Bhima? The memorable moment? സാർ ഈ ഭീമയിൽ ഇപ്പം ഭീമ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും വർഷമായിട്ട് സാർ ഈ ഇല്ല, അതിനകത്ത് സാറിൻ്റെ മനസ്സിൽ ഞാനൊക്കെ വന്നിട്ട് ഓൾറെഡി ഒരു 55 years ആയി. എത്ര അതാണ് ഈ മനസ്സിൽ നിൽക്കുന്ന എന്തെങ്കിലും stuck ആയിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് എങ്ങനെ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം? പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാകാൻ ഞങ്ങൾ ചാൻസസ് കൊടുക്കാറില്ല. ആ മുളയിലെ തന്നെ നുള്ളിയേക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഇതുവരെ പ്രോബ്ലം ഒന്നും ദൈവാധീനം കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ അനുഗ്രഹം കാരണം ഈ only started all these things. അപ്പോൾ ആ ഫുഡ് സ്റ്റെപ്സിൽ ഞങ്ങൾ പോയി ട്രാവൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. Sir, since your experience in the industry is invaluable, what advice would you give to someone starting a business today? സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സ്റ്റോക്ക്, സർവീസ്, കറക്റ്റ് പ്ലേസും കൂടി വേണം. മാർക്കറ്റ് മൂലയ്ക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷയില്ല. ആ മാർക്കറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് അവിടെ നിൽക്കാൻ ഒക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ സ്റ്റോക്കും വേണം, സർവീസും വേണം. Thank you so much, sir. It was such an inspiring session, and thank you so much for your time and insights. Thank you. Employees are the backbone of any organization, and their feedback reflects its true strength. Today, let's hear from the team at Bhima Jewellers to understand their experiences and to know what makes this workplace special. Sir, can you please explain the work culture of this Bhima Jewelry? ഞങ്ങളുടെ വർക്കിംഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് 7 മണി വരെയാണ്. ഞങ്ങൾ 3 സെക്ഷൻ ബേസാണ് നമ്മൾ കട വരുന്നത്.
വെഡ്ഡിങ് പാറ്റേൺ വരുന്ന ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ പിള്ളേർ ഐറ്റംസ്, ബാങ്കിൾ അങ്ങനെയുള്ള സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. പിന്നെ കമ്മൽ, സിൽവർ അങ്ങനെയൊക്കെ വരുന്നത് ഫോർത്ത് ഫ്ലോറിലാണ്. ഞങ്ങൾ മൊത്തത്തിലൊരു 100-120 സ്റ്റാഫ് എടുത്ത് മൊത്തത്തിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കംഫർട്ടബിളാണ്, ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടെ വർക്കിൽ എല്ലാ സ്റ്റാഫും. Thank you, sir. Hi sir, how long have you been working here and what do you enjoy the most about your work here? കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നും വരുന്ന പുതിയ കസ്റ്റമറെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കി വിടാനുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. അതായത് ഡെയിലി വരുന്ന കസ്റ്റമേഴ്സ് വിവിധ തരത്തിലുള്ള വിവിധ കൾച്ചറിലുള്ളവരായിരിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാക്സിമം അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വേണ്ട ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്ത് അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വിടുന്നതിനാണ് ഞാൻ ഇത്രയും നാളായിട്ട് ഇവിടെ നിന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നത്. താങ്ക് യു. As we all know, customer is the king of every business. So let's directly ask a customer why they choose Bima. Sir, കുറേ നാളായിട്ട് ഭീമയിൽ നിന്ന് തന്നെയാണോ സാർ പർച്ചേസ് ചെയ്യുന്നത്, അതോ എൻ്റെ ഓർമ്മയുള്ള കാലഘട്ടം തൊട്ട് ഭീമയിൽ പർച്ചേസിംഗ് ആണ്. അതിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എനിക്ക് SLC ഒക്കെ പഠിക്കുന്ന സമയത്തൊന്നും തോന്നുന്നു 206 രൂപ സ്വർണ്ണത്തിന് ഗ്രാമിന് വില ഉള്ളപ്പം ഭീമയിൽ പർച്ചേസ് ചെയ്ത ഒരിക്കലും ഓർമ്മയുണ്ട്, മെമ്മറി ഉണ്ട്. വർഷമായിട്ട് നമ്മൾ ഭീമയുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. പ്രത്യേകിച്ച് സ്വർണ്ണം വാങ്ങിക്കുവാണെങ്കിൽ ഭീമയിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് മറ്റ് ജ്വല്ലേഴ്സ് ഉണ്ടായിട്ടും ഭീമയിൽ തന്നെ ഇത്രയും വർഷമായിട്ടും? അത് നമുക്ക് പല കാര്യങ്ങളാണ്. ഒന്ന് നമുക്കൊരു വിശ്വാസ്യത, പിന്നെ പ്യൂരിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാണ് ഭീമയിൽ. പിന്നെ ഭീമയിൽ സ്വർണ്ണം എടുത്തിട്ട് നമുക്ക് എപ്പോഴും ക്യാഷ് പോലെ എപ്പം വേണം എവിടെ കൊടുത്താലും ക്യാഷാണ്. ഭീമയിലെ സ്വർണ്ണം എവിടെ കൊടുത്താലും ക്യാഷാണ്. മറ്റുള്ള സ്ഥലത്തെ സ്വർണ്ണം ഇത്തിരി പൈസ പോലും കിട്ടണമെങ്കിൽ ഭീമയെ കൊണ്ട് കൊടുക്കണം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ റേറ്റ് കുറയും. ഇത് നമുക്ക് ക്യാഷാണ് സ്വർണ്ണം, ഗോൾഡ് എന്ന് വെച്ചാൽ എപ്പോഴും ക്യാഷാണ്. എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാൻ മാറാം, ചേഞ്ച് ചെയ്യാം, വലിയ ലോസ് ഒന്നും വരത്തില്ല. അതാണ് ഭീമയിൽ നമ്മൾ. Thank you. From a single showroom to a legacy that shines across generations, Bhima Jewellers is more than a brand. It's a living lesson in trust, craftsmanship and business excellence. For us, MBA students, this interaction is not just inspiring, it's a masterclass for entrepreneurship, customer relationship, and building a brand that lasts. As the sparkle of gold meets the warmth of relationships, the story of Bhima continues to influence future leaders while delighting customers for the years to come. By hoping this session was insightful and engaging for all of you, we would like to conclude. Thank you.